صدق الله العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഞങ്ങളുടെ എല്ലാവരുടെയും അഭയകേന്ദ്രമായ സൂഫി വർയൻ വലിയുല്ലാഹി മുഹമ്മദ് ഹാജി തങ്ങൾ വടകര, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സ്വന്തം ആത്മാവിനേക്കാളും അല്ലാഹുവിന്റെ ദീനിനെ, സുന്നത്ത് ജമാഅത്തിനെ പ്രിയം വെക്കുന്ന കർമ്മധീരരായ പ്രവർത്തകരെ, സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ 20ാം വാർഷിക മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച സഹോദരങ്ങളെ, ഇസ്ലാം വിശ്വമോചനത്തിൽ, ഇതാണ് ഈ സമ്മേളനത്തിന്റെ ഔപചാരിക പ്രമേയം. ഇസ്ലാം വിശ്വമോചനത്തിൽ, അഥവാ ഇസ്ലാം ലോകത്തിന്റെ, അഥവാ ലോകരുടെ എല്ലാവിധ മോചനത്തിനും പര്യാപ്തമാണ്. കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് മോചനം, അട്ടിമറിയിൽ നിന്ന് മോചനം, ഭീകരതയിൽ നിന്ന് മോചനം, ഭീരുത്വത്തിൽ നിന്ന് മോചനം, പൈശാചികത്വത്തിൽ നിന്ന് മോചനം, രാഷ്ട്രീയ അടിമത്വത്തിൽ നിന്ന് മോചനം. അങ്ങനെ ഐഹികമായ മുഴുവൻ നൂലാമാലകളിൽ നിന്നും, കുടുക്കുകളിൽ നിന്നും, നീച നികൃഷ്ടമായ വിശ്വാസ കർമ്മ പദ്ധതികളിൽ നിന്നും മോചനം ലഭിക്കുകയും അതുവഴി ശാശ്വതമായ പാരത്രിക ലോകത്ത് നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കുകയും അല്ലാഹുവിന്റെയും അവന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രീതിയും സന്തോഷവും കൈവരിക്കുകയും ചെയ്യുന്നതിന് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണ്, പരിപൂർണമാണ്, പര്യാപ്തമാണ്, സാർവലൗകികമാണ്, സാർവജനീനമാണ്. ഇസ്ലാം ഇതിനെല്ലാം മതിയായതാണ്. ഇത് കേൾക്കുമ്പോൾ
ആരൊക്കെയോ ഭയപ്പെട്ടുപോയി. ഇവിടെ സുന്നി വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റെല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്താൻ, അവരുടെ മേൽ ഇസ്ലാം വെച്ചുകെട്ടാനും എന്തോ ഒരു പ്രത്യേക വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ എന്ന് ഒരൽപ്പനേരം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രഹിക്കുക. ഞങ്ങൾ പറയുന്നു ഇസ്ലാം ലോകത്തിന്റെ മോചനത്തിന് പര്യാപ്തമാണ്. ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്നത് മുഴുവൻ യുക്തിവാദിയുടെ മുമ്പിൽ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരന്റെ മുമ്പിൽ, ഭൗതികവാദിയുടെ മുമ്പിൽ, ആരുടെ മുമ്പിലും തെളിവുകൾ സഹിതം യുക്തിയുക്തം സമർത്ഥിക്കാൻ പര്യാപ്തമായ, സമ്പൂർണമായ, വ്യക്തമായ, പ്രശസ്തമായ തെളിവുകൾ സഹിതം മാത്രമാണ് ഞങ്ങളിത് പറയുന്നത്. ഇസ്ലാം വെറും പാരത്രിക മോചനത്തിന് മാത്രമല്ല, ഐഹികമായ മുഴുവൻ ബുദ്ധിമുട്ടുകളിൽ നിന്നും, മുഴുവൻ നീത പ്രവൃത്തിയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും, മുഴുവൻ കുടുക്കിൽ നിന്നും, അന്ധവിശ്വാസത്തിൽ നിന്നും, അനാചാരത്തിൽ നിന്നും മോചനം ഇസ്ലാമിൽ ഉണ്ട്. അല്ല, ഇസ്ലാമിൽ മാത്രമേ ഇതുള്ളൂ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي. ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അൽ യൗമ, ഇന്ന്, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ സ്വീകരിക്കേണ്ടുന്നതായ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, അതുവഴി എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ, നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ, നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഏതൊരു ദീനാണോ ആവശ്യമുള്ളത്, അത് അല്ലാഹു തആല സംവിധാനിച്ച ദീൻ, അത് ഇസ്ലാം. ആ ദീനാണ്, അത് നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഹജ്ജത്തുൽ വദാഇൽ വജ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനമാണ് ഇസ്ലാം വിശ്വമോചനത്തിന് എന്ന് പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാത്തവർ ഇതിനെ വർഗീയതയായി ഒരുപക്ഷേ വ്യാഖ്യാനിക്കാം. ഇതൊരിക്കലും വർഗീയതയല്ല. സദഖല്ലാഹുൽ അലിയ്യുൽ അദീം വസദഖ വബല്ലഗ റസൂലുഹുൻ നബിയ്യുൽ കരീം ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: ذاق طعم الإيمان من رضي بالله ربا وبالإسلام دينا وبمحمد نبيا. ഏറ്റവും ബഹുമാനമുള്ള
സാദാത്തുക്കൾ, മഹാന്മാരായ പണ്ഡിതന്മാർ, ഞങ്ങളുടെ എല്ലാവരുടെയും അഭയകേന്ദ്രമായ സൂഫി വർയൻ വലിയുല്ലാഹി മുഹമ്മദ് ഹാജി തങ്ങൾ വടകര, ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, സ്വന്തം ആത്മാവിനേക്കാളും അല്ലാഹുവിന്റെ ദീനിനെ, സുന്നത്ത് ജമാഅത്തിനെ പ്രിയം വെക്കുന്ന കർമ്മധീരരായ പ്രവർത്തകരെ, സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ കേരള സ്റ്റേറ്റ് സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷന്റെ 20ാം വാർഷിക മഹാസമ്മേളനത്തിൽ സംബന്ധിച്ച സഹോദരങ്ങളെ, ഇസ്ലാം വിശ്വമോചനത്തിലും, ഇതാണ് ഈ സമ്മേളനത്തിന്റെ ഔപചാരിക പ്രമേയം. ഇസ്ലാം വിശ്വമോചനത്തിന് അഥവാ ഇസ്ലാം ലോകത്തിന്റെ അഥവാ ലോകരുടെ എല്ലാവിധ മോചനത്തിനും പര്യാപ്തമാണ്. കുഫറിൽ നിന്ന്, ശിർക്കിൽ നിന്ന്, അന്ധകാരത്തിൽ നിന്ന്, അധാർമികതയിൽ നിന്ന്, അരാജകത്വത്തിൽ നിന്ന് മോചനം, അട്ടിമറിയിൽ നിന്ന് മോചനം, ഭീകരതയിൽ നിന്ന് മോചനം, ഭീരുത്വത്തിൽ നിന്ന് മോചനം, പൈശാചികത്വത്തിൽ നിന്ന് മോചനം, രാഷ്ട്രീയ അടിമത്വത്തിൽ നിന്ന് മോചനം, അങ്ങനെ ഐഹികമായ മുഴുവൻ നൂലാമാലകളിൽ നിന്നും, കുടുക്കുകളിൽ നിന്നും, നീച നികൃഷ്ടമായ വിശ്വാസ കർമ്മ പദ്ധതികളിൽ നിന്നും മോചനം ലഭിക്കുകയും അതുവഴി ശാശ്വതമായ പാരത്രിക ലോകത്ത് നരകാഗ്നിയിൽ നിന്ന് മോചനം ലഭിക്കുകയും അല്ലാഹുവിന്റെയും അവന്റെ പ്രവാചകനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും പ്രീതിയും സന്തോഷവും കൈവരിക്കുകയും ചെയ്യുന്നതിന് പരിശുദ്ധ ഇസ്ലാം സമ്പൂർണമാണ്, പരിപൂർണമാണ്, പര്യാപ്തമാണ്, സാർവലൗകികമാണ്, സാർവജനീനമാണ്. ഇസ്ലാം ഇതിനെല്ലാം മതിയായതാണ്. ഇത് കേൾക്കുമ്പോൾ ആരൊക്കെയോ ഭയപ്പെട്ടുപോയി. ഇവിടെ സുന്നി വിദ്യാർത്ഥികൾ സംഘടിച്ചുകൊണ്ട് ഈ രാജ്യത്തുള്ള ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും മറ്റെല്ലാ വിഭാഗങ്ങളെയും അടിച്ചമർത്താൻ, അവരുടെ മേൽ ഇസ്ലാം വെച്ചുകെട്ടാനും എന്തോ ഒരു പ്രത്യേക വിപ്ലവം സൃഷ്ടിക്കുകയാണ് ഈ പ്രമേയത്തിലൂടെ എന്ന് ഒരൽപ്പനേരം ശ്രദ്ധിക്കുക, നിങ്ങൾ ഗ്രഹിക്കുക. ഞങ്ങൾ പറയുന്നു
ഇസ്ലാം ലോകത്തിന്റെ മോചനത്തിന് പര്യാപ്തമാണ്. ഞങ്ങൾ പറയുന്നു എന്ന് മാത്രമല്ല, ഞങ്ങൾ ഈ പറയുന്നത് മുഴുവൻ യുക്തിവാദിയുടെ മുമ്പിൽ, നിരീശ്വര നിർമ്മത പ്രസ്ഥാനക്കാരന്റെ മുമ്പിൽ, ഭൗതികവാദിയുടെ മുമ്പിൽ, ആരുടെ മുമ്പിലും തെളിവുകൾ സഹിതം യുക്തിയുക്തം സമർത്ഥിക്കാൻ പര്യാപ്തമായ, സമ്പൂർണമായ, വ്യക്തമായ, പ്രശസ്തമായ തെളിവുകൾ സഹിതം മാത്രമാണ് ഞങ്ങളിത് പറയുന്നത്. ഇസ്ലാം വെറും പാരത്രിക മോചനത്തിന് മാത്രമല്ല, ഐഹികമായ മുഴുവൻ ബുദ്ധിമുട്ടുകളിൽ നിന്നും, മുഴുവൻ നീത പ്രവൃത്തിയിൽ നിന്നും, വിശ്വാസത്തിൽ നിന്നും, മുഴുവൻ കുടുക്കിൽ നിന്നും, അന്ധവിശ്വാസത്തിൽ നിന്നും, അനാചാരത്തിൽ നിന്നും മോചനം ഇസ്ലാമിൽ ഉണ്ട്. അല്ല, ഇസ്ലാമിൽ മാത്രമേ ഇതുള്ളൂ. اليوم أكملت لكم دينكم وأتممت عليكم نعمتي. ലോകത്തിന്റെ സൃഷ്ടാവായ അല്ലാഹു അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചു, അൽ യൗമ, ഇന്ന്, അക്മൽതു ലക്കും ദീനക്കും, നിങ്ങൾ സ്വീകരിക്കേണ്ടുന്നതായ ദീൻ നിങ്ങൾക്ക് ഞാൻ പൂർത്തീകരിച്ച് പഠിപ്പിച്ചു തന്നിരിക്കുന്നു. വഅത്മംതു അലൈക്കും നിഅമതി, അതുവഴി എന്റെ അനുഗ്രഹം നിങ്ങൾക്ക് ഞാൻ പരിപൂർണമാക്കി തന്നിരിക്കുന്നു. വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീനൻ, നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ, നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ, നിങ്ങൾക്ക് മുറുകെ പിടിക്കാൻ ഏതൊരു ദീനാണോ ആവശ്യമുള്ളത്, അത് അല്ലാഹു തആല സംവിധാനിച്ച ദീൻ, അത് ഇസ്ലാം. ആ ദീനാണ്. അത് നിങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ട് നിങ്ങൾക്ക് ഞാൻ നൽകിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കലാം ഹജ്ജത്തുൽ വദാഇൽ വച്ച് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ ലോകത്തോട് പ്രഖ്യാപിച്ചു. ഈ പ്രഖ്യാപനമാണ് ഇസ്ലാം വിശ്വമോചനത്തിന് എന്ന് പറയുന്നത്. പക്ഷേ ഇത് മനസ്സിലാക്കാത്തവർ ഇതിനെ വർഗീയതയായി ഒരുപക്ഷേ വ്യാഖ്യാനിക്കാം. ഇതൊരിക്കലും വർഗീയതയല്ല.